ഒരു തരത്തിൽ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയത് നന്നായി. ആ വീട്ടിൽ എല്ലാവർക്കൊപ്പം നിൽക്കുന്തോറും ഇന്ദ്രേട്ടന്റെ വിഷമം കൂടത്തേ ഉള്ളൂ. ആ അതും ശരിയാ. നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കുഞ്ഞിന് സ്നേഹവും സംരക്ഷണവും കൊടുത്ത് സന്തോഷത്തോടെ നിങ്ങൾ മുന്നോട്ട് ജീവിക്കണം. അങ്ങനെ വേണം സുശീലയോടുള്ള പ്രതികാരം ചെയ്യാൻ. ഇന്ദ്രനെ നഷ്ടപ്പെടുത്തിയത് വലിയ തെറ്റായി പോയെന്ന് അവൾക്ക് തോന്നണം. അമ്മയല്ല ഇന്ദ്രേട്ടനെ പ്രസവിച്ചെന്നറിയുമ്പോഴും സോനയും സത്യനും ഒക്കെ തന്റെ ചോര തന്നെയാന്നുള്ള ആശ്വാസമായിരുന്നു ഇന്ദ്രേട്ടന്. ആ വിശ്വാസമാ അമ്മ ഇപ്പൊ തകർത്തത്. എങ്ങനെയാ സുശീലയ്ക്ക് ഇത്ര ദുഷ്ടയാവാൻ പറ്റുന്നെന്ന് എനിക്കറിയില്ല മോളെ. ഞാൻ കാണുന്ന സമയം മുതല് അമ്മയും കൂടപ്പുറപ്പുകളെയും നോക്കാൻ വേണ്ടി സ്വന്തം ശരീരം നോക്കാതെ പ്രായത്തിനപ്പുറമുള്ള ജോലി ചെയ്യുന്ന ആളായിരുന്നു ഇന്ദ്രൻ. അവന്റെ വിയർപ്പ സത്യം പറഞ്ഞ ആ വീട്. അതെങ്കിലും സുശീല ഓർക്കണമായിരുന്നു. ഭാനുമേ, ഇതൊക്കെ എന്നോടുള്ള ദേഷ്യം കൂടിയാ ഇന്ദ്രേട്ടനോട് അമ്മ കാണിക്കുന്നത്. എന്നെ മോനെ ഉപേക്ഷിച്ച് അമ്മയുടെ അടുത്ത് ചെന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതിലെന്ത് കാര്യമാ ഉള്ളത്? ആ ഒരു തരത്തിൽ പറഞ്ഞാ എല്ലാം നന്നായി എന്ന് വേണം കരുതാൻ. ഇനി നിങ്ങളുടെ ജീവിതത്തിന് കുറുകെ സുശീല വരില്ലല്ലോ. അതുകൊണ്ട് കഴിഞ്ഞു പോയതൊക്കെ ഒരു ദുസ്വപ്നമായി കണ്ടു മറന്ന് സന്തോഷമായി മുന്നോട്ട് ജീവിക്കണം. അത് നീ ഇന്ദ്രനെയും പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് മോൾക്കേ സാധിക്കൂ. ഭാനുമ്മ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ശ്രമിക്കാം. വിനയനായിരുന്നോ? അമ്മളി ചേച്ചി രഘുവേട്ടനായിരിക്കും എന്ന് വിചാരിച്ചു അല്ലേ? അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. വിനയനിരിക്കെ, ഞാൻ ചിരുനെ വിളിക്കാം. അച്ഛനല്ലേ അമ്മളി ചേച്ചി? ഇല്ല, അച്ഛൻ കുറച്ചു നേരം മുമ്പ് പുറത്തേക്ക് പോയത്. ഇപ്പൊ വരുമായിരിക്കും. ഞാൻ കുറച്ചു നേരം മുമ്പേ വരേണ്ടതായിരുന്നു. ഇടയ്ക്ക് വെച്ച് രഘുവേട്ടനൊന്ന് കാണേണ്ടി വന്നു. എന്തിനാ ചീരു ഞാൻ നിനക്ക് അയച്ചു കഴിഞ്ഞ വീഡിയോ മെസ്സേജ് നീ രഘുവേട്ടന് ഫോർവേഡ് ചെയ്തത്? രഘുവേട്ടനെയോ അമ്പിളി ചേച്ചിയോ ഒന്നും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ നിനക്കത് അയച്ചു തന്നത്. അതിനാണെങ്കിൽ എനിക്ക് തന്നെ അവർക്കത് നേരിട്ട് അയച്ചു കൊടുത്താൽ പോരായിരുന്നോ? ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു സ്വകാര്യതയൊക്കെ ഇല്ല ചീരു. അത് നീ ഇനിയെങ്കിലും കീപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനിയെങ്കിലും ഒന്ന് പറയാൻ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പുതിയ ധാരണ ഉണ്ടാക്കിയോ? അങ്ങനെയൊന്നുമില്ലല്ലോ. നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് എന്ത് ധാരണ ഉണ്ടാക്കാനാ ചിരു? നമ്മുടെ ജീവിതത്തിലുണ്ടായ ഈ മാറ്റങ്ങൾ തന്നെയല്ലേ നമ്മൾ തമ്മിൽ ഇപ്പോഴുള്ള ഈ അടുപ്പത്തിന്റെ തെളിവുകൾ. പണ്ട് ഞാൻ വന്നു എന്ന് പറഞ്ഞാ നീ മുറി കയറി കഥ കടക്കാറാണ് പതിവ്. ഇപ്പോ നീ എന്റെ ശബ്ദം കേട്ട ഉടനെ തന്നെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നില്ലേ? ഭാര്യ ഭർത്താവിന്റെ ആജ്ഞാനവർത്തിയായി ജീവിക്കണമെന്നൊന്നും ഞാൻ ഇനി പറയില്ല. നിനക്ക് നിന്റേതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പരസ്പര വിശ്വാസം അത് രണ്ടുപേരും കാത്തു സൂക്ഷിക്കണം. ഞാൻ നിന്നെ വിശ്വസിച്ച് അയച്ചു തന്ന വീഡിയോ നീ രഘുവേട്ടന് ഫോർവേഡ് ചെയ്ത് കൊടുത്തപ്പോ ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ തെറ്റുകാരനായി. രഘുവേട്ടൻ എന്നെ വിളിച്ചു വരുത്തി കൈകാര്യം ചെയ്തില്ലെന്നേ ഉള്ളൂ. കൊന്നു കളയെന്ന് വരെ ഭീഷണിപ്പെടുത്തിയിട്ടാ പോയത്. അക്കാര്യത്തിൽ നീ ചീരുവിനെ കുറ്റപ്പെടുത്തണ്ട വിനയ. ആ വീഡിയോ ചീരു അറിയാതെ അവളുടെ ഫോണിൽ നിന്ന് രഘുവേട്ടന്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തത് ഞാനാ. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ പെട്ടെന്ന് അങ്ങനെ ചെയ്യാനാ തോന്നിയത്. അവനവന്റെ നിലയും വിലയും എന്താണെന്ന് അവനവൻ തന്നെ ആദ്യം അറിയണമല്ലോ. ആ വീഡിയോ കണ്ടപ്പോ അങ്ങേർക്ക് ശരിക്കും പൊള്ളിക്കാണും. ആ ദേഷ്യമാവും നിന്നോട് കാണിച്ചത്. എന്നോട് രഘുവേട്ടൻ അല്ലെങ്കിൽ ദേഷ്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ
ഇപ്പൊ രഘുവേട്ടനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന വിഷയം ആമി കൂടി രഘുവേട്ടനെ തള്ളിപ്പറഞ്ഞതാ. അമിളി ചേച്ചി ആ വീഡിയോ കണ്ടല്ലോ. ആളുകൾ രഘുവേട്ടനെ കൈവെക്കുന്ന സമയത്ത് അവള് കമാന്നൊരു അക്ഷരം മിണ്ടാതെ നിൽക്കുമായിരുന്നു.